ഇപ്പൊ ഓട്ടോറിക്ഷ നോക്ക്. ഓട്ടോറിക്ഷൻ്റെ അവസ്ഥ ഇവിടെ തറ മാത്രമുണ്ട്, വേറെ ഒന്നുമില്ല. ഒരു സാധനം ഗ്യാസ് കിട്ടി. ആ വീടുമൊക്കെ എല്ലാം പൊളിഞ്ഞു പോയി. ഈ വീടുമൊക്കെ തകർന്നു പോയി. ഇതൊക്കെ അവിടെ ആ ഒരു വീട് അതിന് ആ ഏരിയയിലേക്ക് പോകാൻ അത് മാത്രമേ പൊളിഞ്ഞു കിട്ടും. അതിനൊന്നും എല്ലാം പൊളിഞ്ഞ് തകർന്ന് കിടക്കുന്നു. കല്ലുകളുണ്ട്. കല്ല് ഇത് 1 2 അല്ല, 1000 കണക്കിന് കല്ലുകളാണ് ഇങ്ങനത്തെ വല്ല ബോളറുകൾ വന്ന് കപ്പാട്ടിച്ച്. ചേട്ടാ അവിടെ നോക്ക്, അങ്ങോട്ടൊക്കെ അധികം ഇറങ്ങണ്ട. അവിടെ മണ്ണ് പതിഞ്ഞാ വെക്കാൻ അല്ലേ. ഇതൊക്കെ തുണികളൊക്കെ ഇട്ടേക്കുന്നുണ്ട്. ഇതുണ്ടോ അതൊക്കെ? ആ അവിടെ താഴെ വീടായിരുന്നു, ഇപ്പൊ തറ മാത്രമേ ഉള്ളൂ. ആണോ? ആണല്ലേ. മണ്ണിങ്ങനെ നടക്കുമ്പോൾ താഴെ പോകുന്നത് ജീപ്പ്. ഇതൊന്നും നമ്മളെ വെറുതെ വായും കൊണ്ട് എന്തെങ്കിലും നമുക്ക് പറയാൻ കഴിയില്ല. ആക്ച്വലി ഇവിടെ വന്നു കഴിഞ്ഞാൽ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തറകൾ മാത്രമേ ഉള്ളൂ, ബാക്കി ബിൽഡിംഗ് എല്ലാം പോയി. ചില വീടുകൾ ഇതെങ്ങനെ നിൽക്കുന്നുണ്ട്. അയ്യോ ഉണ്ടോ ഇതൊക്കെ? അയ്യോ ഇതൊക്കെ കേട്ടാ ഇതൊക്കെ ഇവിടം വരെ പോയതാ. കൈ പിടിക്കാൻ ഒരാൾ വരെ ഉണ്ട്. പിന്നെ പോലീസുകാരൻ ചവിട്ടിയാലേ ഇല്ല, ചവിട്ടുന്നില്ല. ഇതെല്ലാം പതഞ്ഞ് നിൽക്കുക. മണ്ണെല്ലാം പതഞ്ഞാ നിൽക്കുക. എത്ര മനോഹരമായ വീടായിരുന്നു. പക്ഷെ ഈ വീടിനൊന്നും പറ്റിയിട്ടില്ല. വീടിൻ്റെ സൈഡിൽ ടൈലൊക്കെ അടിച്ചു പോയിട്ടേ ഉള്ളൂ. ജസ്റ്റ് സ്കൂള്, വെള്ളാർമല സ്കൂള്. GVHS വെള്ളാർമല. GVHS വെള്ളാർമലേൻ്റെ നിലയാണ് കാണുന്നത്. എല്ലാം തകർന്നു പോയി. അപ്പുറത്തുള്ള 2 ബിൽഡിങ് വേറെ പോയി. മരങ്ങളൊക്കെ നോക്കി കിടക്കുന്ന സ്കൂളിൻ്റെ ഉള്ളിൽ. ഇത് 1 2 3 നില ബിൽഡിങ്ങാണ്. അടിയത്തെ നില ഫുള്ള് പോയി. മരത്തിൻ്റെ ഒരു മണം അല്ലേ? മരത്തിൻ്റെ മണമാണ് ഫുള്ള് ഇവിടെ. കാരണം ഇതിലൊക്കെ ഈ തോലെരിഞ്ഞിട്ടാണ് ഈ മരം മുഴുവൻ ഇവിടെ വന്നേക്കുന്നത്. അതിൻ്റെ മരം ബിൽഡിങ്, സ്കൂളിൻ്റെ ബിൽഡിങ്. ഇതൊക്കെ മരം വന്ന് അടിച്ചിട്ട് പോയതാണ്.